Hi guys, welcome to my YouTube channel. Now it is going to be 6 in the morning. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ നേരത്തെ എണീറ്റെന്നല്ലേ. ബിക്കോസ് ഐ ഹാവ് ജിമ്മിൽ പോകാനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ എണീക്കണേ. അല്ലെങ്കിൽ ഐ വേക്കപ്പ് വെരി ലേറ്റ്. കോളേജുള്ള സമയത്ത് നേരത്തെ എണീക്കും, കാരണം വേറെ വഴിയില്ല. അല്ലാത്തപ്പോൾ ഐ വേക്കപ്പ് വെരി ലേറ്റ്. ഞാൻ എൻ്റെ ഉറക്കം കഴിഞ്ഞാണ് എണീക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് വിൽ ബി ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. എവിടേക്ക് പോവും, എന്തൊക്കെ ചെയ്യും എല്ലാം കാണിച്ചു തരാം. വേറൊരു കാര്യം, എനിക്ക് ഇൻസ്റ്റയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേർ ഡു ഐ സ്റ്റഡി എന്ന്. സോ ഐ സ്റ്റഡി അറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്, അത് ആലുവയിലാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കോളേജുള്ള ടൈമിൽ ഐ വേക്കപ്പ് എ ബിറ്റ് മോർ ഏർലി, കാരണം ഇവിടുന്ന് ട്രാവലുണ്ട് ടു ആലുവ. അപ്പം ആ ഒരു ടൈം കണക്കാക്കിയിട്ട് ജിമ്മിലും കൂടെ മോർണിംഗ് പോകാനുള്ള രീതിയിൽ ഐ വിൽ വേക്കപ്പ്. യൂഷ്വലി 5 ഒക്കെയാണ് രാവിലെ എണീക്കുന്ന ടൈം. ഇപ്പം ഞാൻ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നു. ഇനി ഐ വിൽ ഹാവ് ടു ഗെറ്റ് റെഡി. പാലാരിട്ടത്താണ് ജിമ്മ്. അപ്പം ഇന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോകണം. ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 months ഗ്യാപ്പ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 3 days ആയുള്ളൂ റീസ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഐ ഡിഡ് എ ഫുൾ ബോഡി വർക്കൗട്ട്. പിന്നെ ടുഡേ ഐ വിൽ ബി ഡൂയിങ് എ പുഷ്. ഇന്ന് പുഷ് ഡേ ആയിരിക്കും. പിന്നെ എൻ്റെ പാർട്ട്ണർ ഉണ്ടാകും. ഐ ഹാവ് ടു ഗെറ്റ് റെഡി. സോ ഐ വിൽ ടേക്ക് യു ഗൈസ് വിത്ത് മീ. ഞാൻ റെഡിയായി. ഇന്ന് പാർട്ട്ണർ വരുന്നില്ല. അവന് എന്തൊക്കെയോ പരിപാടിയുണ്ട് മോർണിംഗ് തന്നെ. സോ ഹി വോണ്ട് ബി കമ്മിങ്. ഞാൻ ഇനിയിപ്പോൾ വണ്ടിയായിട്ട് പോയി ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. കുറേ നാളായിട്ട് പാർട്ട്ണറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക്. പക്ഷേ നമുക്ക് ചെയ്യാം എന്തായാലും, കാരണം വി ഹാവ് ടു. സോ കം. ജിമ്മ് കഴിഞ്ഞെത്തി. ഇപ്പോൾ ഇറ്റ് ഇസ് 9 ആവാറായി. ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി, പക്ഷേ നല്ലൊരു വർക്കൗട്ട് സെഷനായിരുന്നു. ടുഡേ ഐ ഡിഡ് ചെസ്റ്റ്, ഷോൾഡർ ആൻഡ് ട്രൈസ്. പാർട്ട്ണർ ഉണ്ടായിരുന്നില്ല, ബട്ട് എന്നാലും ഐ ഡിഡ് ഇറ്റ്. ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നമുക്ക് ഈ ഒരു 1 week ഫുൾ ഓൺലൈനാണ്, കാരണം അവിടെ ഏതോ സെമിന് എക്സാം നടക്കുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സസ് ആർ നോട്ട് അവൈലബിൾ. ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ചാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ഹാവ് ടു ഫ്രഷൻ അപ്പ്, പിന്നെ ഫുഡും കഴിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിന് ഇരിക്കാനായിട്ട്. പിന്നെ ഇന്ന് നാട്ടിലേക്ക് പോകും. ദാറ്റ് ഈസ് മൈ മോംസ് ഹൗസ്. കാരണം അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് ഷീസ് ഗോയിങ് ബാക്ക് ടു കുവൈറ്റ്. അവിടെ നിന്നായിരിക്കും അങ്ങോട്ടേക്ക് പോണേ. ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ അലമാരികളുണ്ട്. ഹായ് പറ. ഹായ് ഗൈസ്, അമ്മ പോവുകയാണ് ഓഫീസിലേക്ക്. ബൈ. ഓക്കെ, ബൈ. സോ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. റാഗി ആൻഡ് അമ്മ എന്തൊക്കെയോ കുറേ സീഡ്സും കാഷ്നട്ടൊക്കെ ഇട്ട് ക്രഷ് ചെയ്തിട്ട് അതും മേലെ ഇട്ടിട്ടുണ്ട്. സോ അതാണ് ഇന്ന് നമ്മളുടെ ഫുഡ്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്ലാസ്സിന് കയറാനാകും. 9:30 ആവാറായി. നൗ ഇറ്റ്സ് 11:45 ആവാറായി. അപ്പോൾ ഇനി നേരെ കോടനാട് പോകും. അവിടെ എത്തിയിട്ടായിരിക്കും ബാക്കി വ്ലോഗ്. ക്ലാസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇനി ലെറ്റ്സ് ഗോ. ഞാൻ കോടനാട് എത്തി. ഇതാണ് ഐലിൻ.
ഐൽനെസ് മൈ മോംസ് ബ്രദേഴ്സ് കിഡ് ഒരെണ്ണം കൂടെ ഉണ്ട്. അമ്മു അൽന. എനിക്ക് യൂട്യൂബ് ചാനൽ. Yeah, she also have YouTube channel. I also. Yeah, everyone. Okay. ഇപ്പോൾ ഇവിടെ എത്തി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഇനി ഇപ്പോൾ 2:30 ആയി ടൈം. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞ് പാക്ക് ചെയ്യാനുണ്ട്. ഷി ഹാസൻ പാക്ഡ്. അപ്പോൾ ഐ ഡോണ്ട് നോ ഇനി എന്തായിരിക്കും എന്ന്. എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ്. മമ്മി ഇങ്ങോട്ട് തിരിഞ്ഞൊരു ഹായ് പറ. ഹായ്. അങ്ങനെയല്ല, ഇങ്ങനെ കൈ കാണിച്ച് പറ. ഹായ്. മമ്മി ഇവിടെ ഉണക്കമീൻ ഉണ്ടാക്കുകയാണ് ഗൈസ്. ഇറ്റ്സ് വെരി 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 ടേസ്റ്റി. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ട്. പിന്നെന്താ എന്തോ കറിയുണ്ട്, നമുക്ക് എന്താ നോക്കാം. ഇതെന്താ കപ്പങ്ങായ. വാവ്. പിന്നെ ചോറുണ്ട്. ഇവിടെ പപ്സ് ഉണ്ട്, പിന്നെ ബണ്ണുണ്ട്, ജിലേബി ഉണ്ട്, ബിരിയാണി ഉണ്ട്. ബിരിയാണി കാണിച്ചു തരാം ഗൈസ്. മമ്മി ഉണ്ടാക്കിയതാ. മമ്മി ഉണ്ടാക്കണതിന് എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിക്കണം. ഓക്കെ. ഹായ് പറ അയിലും. ഓ വാവ്. അയിലും പുതിയ ബൂട്ട്സ് വാങ്ങി അത് ഇട്ട് കാണിക്കാനായിട്ട് നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. ഗൈസ് നൗ ഇറ്റ്സ് 7:45. പാക്കിംഗ് എല്ലാം ചെയ്യണത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. ഇവരാണ് പാക്കിംഗ് എല്ലാം ചെയ്തത്. ഇനി ലേറ്റ് നൈറ്റ് ആണ് നമുക്ക് ഫ്ലൈറ്റ്. 2 അത്ര എന്തോ ആണ്. അപ്പോൾ 11:30 ഇവിടെ നിന്ന് ഇറങ്ങണ്ടത്. അപ്പോൾ ഇനി കുളിക്കാൻ റെഡിയാവാ, അത്രേ ഉള്ളൂ. ഇട്ടിറങ്ങാം. ഗൈസ് ഇറ്റ്സ് 11:45 നൗ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി, എല്ലാം കഴിഞ്ഞു. ഓൾ സെറ്റ്. ഇനി ഇപ്പം തന്നെ ഇറങ്ങും. എല്ലാം കാറിലേക്കൊക്കെ എടുത്ത് വെച്ചു. ഇവിടെ ഫുള്ള് ഒച്ചപ്പാടാണ്, അത് മൈൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, മൈ മോംസ് ബ്രദേഴ്സ് വൈഫാണ് ഇന്ന് പോകുന്നത് പുറത്തേക്ക്, വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചില്ലല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഭയങ്കര ക്യാമറ ഷൈയാ. 2 വാക്ക് പറയൂ. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തി. സോ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. കാരണം ഇപ്പം നമ്മളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ളവർ വരാണെങ്കിൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്, പോവുകയാണെങ്കിൽ തിരിച്ച് എവിടെയെങ്കിലും ലൈക്ക് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷമം എല്ലാം നമുക്ക് കാണാൻ പറ്റണ ഒരു സ്ഥലമാണ് എയർപോർട്ട്. അപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ പോവുകയാണ്. ഹായ് ഗൈസ്. ഇപ്പോൾ ഏകദേശം 2 hours ആയിട്ടുണ്ട്. ഇൻ ദ മോർണിംഗ് എൻഡ് ഓഫ് ദ ഡേ ആയി. സോ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദ വ്ളോഗ്. ഇനി നേരെ ഐ വിൽ ബി ഗോയിങ് ടു ബെഡ്. ഇറ്റ് വാസ് എൻ ഓക്കെ ഡേ. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ? വാസ് ഇറ്റ് ഗുഡ്? സോ ബൈ, ഗുഡ് നൈറ്റ്.